കഴിഞ്ഞ എൻ്റെ വീഡിയോക്ക് കിട്ടിയ ഒരു കമൻ്റാണിത്. ഈസി ആയിട്ട് തംബ്നെയിൽ ഏത് ആപ്പിൽ ചെയ്യാം? സത്യം പറഞ്ഞ ആപ്പിലല്ല കാര്യം, നമുക്കിത് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുക എന്നതാണ്. ഞാനൊക്കെ തുടക്കത്തിൽ ഇൻഷോട്ടിലായിരുന്നു തംബ്നെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ പല ആപ്പിലും തംബ്നെയിൽ ചെയ്യാൻ പഠിച്ചു. പക്ഷെ ഇപ്പം അതിൻ്റെ ഐഡിയ കിട്ടിയത് കാരണം നമുക്ക് ഏത് ആപ്പിൽ വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നതിലധികം പേരും ബിഗിനേഴ്സ് ആണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് ഇൻഷോട്ടിൽ തന്നെ തുടങ്ങാം. ഇതിനായി ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങൾ തംബ്നെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഫോട്ടോ വാട്സപ്പ് മെറ്റായി വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഫോട്ടോ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് സൈസിലേക്ക് ഇതിനെ മാറ്റുക. 16:9 ആണ് യൂട്യൂബ് തംബ്നെയിലിൻ്റെ റേഷ്യോ. സൈസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ PIP അതായത് ഓവർലേ ആയിട്ട് ഒരു ബ്ലാക്ക് റെക്റ്റാങ്കിളിനെ കൊടുന്നു വെക്കുക. ഇത് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിനെ സൈസ് കൂട്ടി വെച്ച് താഴത്തേക്ക് നീക്കി വെക്കുക ഇതുപോലെ. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിനെ ക്ലിക്ക് ചെയ്ത് താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മാസ്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. മാസ്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കാണുന്ന ഈ ലൈൻ ഇപ്പോൾ താഴത്തോട്ടാണ്. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്കാക്കുക. അതിനുശേഷം ഈ സെൻട്രൽ കാണുന്ന ചെറിയ ബോക്സിനെ പിടിച്ച് മുകളിലേക്ക് വലിക്കുമ്പോൾ ഇതൊരു ഗ്രേഡിയന്റ് പോലെയാകും. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. ബോൾഡ് ഫോണ്ട് ആയിരിക്കണം. 2. കളർ ഒരുപാട് കളർ വാരിക്കൂട്ടാതെ ഒന്നെങ്കിൽ യെല്ലോ ഓർ വൈറ്റ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എനിക്കെപ്പോഴും യെല്ലോ കൊടുക്കാനാണ് ഇഷ്ടം. വേണ്ട ടെക്സ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇൻഷോട്ടിൽ അങ്ങനെ ഒരുപാട് ഫോണ്ടുകളൊന്നുമില്ല. മലയാളത്തിനാകെ ഒറ്റ ഫോണ്ടേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബോൾഡാക്കി മാറ്റാം. ഇനി ടെക്സ്റ്റിന് ആവശ്യമായ കളർ കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂട്ടാം കുറയ്ക്കാം. ടെക്സ്റ്റ് വേണമെങ്കിൽ ബോൾഡ് ആക്കാം. എല്ലാം ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് കറക്റ്റ് സൈസ് ആക്കിയതിന് ശേഷം കറക്റ്റ് ഗ്രേഡിയന്റിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കാം. ഇത്ര പണിയേ ഉള്ളൂ. അടിപൊളി സിമ്പിൾ തംബ്നെയിൽ റെഡി. ഒരുപാട് അങ്ങ് ചിന്തിച്ച് കൂട്ടുമ്പോൾ തെറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. കറക്റ്റ് ഇതിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ 2ഉം 3ഉം ഫോട്ടോ വെച്ചങ്ങാണ്ട് തംബ്നെയിൽ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ പറയാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.